സർ, വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ പ്രധാന നിയമങ്ങൾ ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വേണ്ട വിധത്തിൽ ഈ വാർത്തയെ ഗൗനിക്കുന്നതേയില്ല. കാരണം ഈ വാർത്ത യഥാർത്ഥത്തിൽ ബിജെപിക്കെതിരായ ഒരു വാർത്തയാണ്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ സുപ്രീം കോടതി ഇതാ ബിജെപിയെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നൊക്കെ രീതിയിൽ വാർത്ത കൊടുക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആരും ഈ വിഷയത്തെ വേണ്ട രീതിയിൽ ഒരു ചർച്ചയ്ക്ക് വച്ചിട്ടില്ല. ബിജെപിക്കെതിരായ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല നമുക്കറിയാം, തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം കൂടിയാണ് വഖഫ്. വഖഫിന്റെ മേൽ എന്ത് തരത്തിലുള്ള ഉത്തരവ്, വിധി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായാലും, വഖഫിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നൊരുക്കം ഉണ്ടായാലും ഒക്കെ അത് വലിയ വാർത്തയാവാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ സ്റ്റേ ഉത്തരവ് ഒരു വിധത്തിലും വാർത്തയാകുന്നില്ല? എന്തായിരിക്കാം അതിന് കാരണം? പറഞ്ഞത് വളരെ ശരിയാണ്. കേരളത്തില് വഖഫ് എന്ന് പറയുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമാണ്. വലിയൊരു ഹോട്ട് സബ്ജക്റ്റ് ആണ്. ചാനൽ ചർച്ചകൾ അന്ത്യമില്ലാത്ത രീതിയിൽ നീണ്ടുപോകാവുന്നതാണ്. പക്ഷേ ഇടക്കാല വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുമ്പോൾ പൊതുവെ ഒരു മൗനമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിധി എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വഖഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയിലെത്തിയ 100ഓളം കേസുകളെ ഒന്നിച്ച് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ കേസിൽ ഇടപെടുന്നത്. അതിൽ 3 വിഷയങ്ങളിൽ ആണ് ഈ വിധി വന്നിരിക്കുന്നത്. അതായത് ഈ വിഷയങ്ങളെ കോടതി 3ആയിട്ട് ചുരുക്കി. 100ഓളം ഹർജികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെ 3 പോയിന്റുകളിലേക്ക് ചുരുക്കി. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ 100ഓളം കേസുകളിലും ആൾക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രധാന പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തേത്, വഖഫ് ബോർഡിൽ മറ്റ് മതസ്ഥരെ ഉൾപ്പെടുത്തുന്നത് ശരിയാണോ, അത് പാടില്ല എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഡീനോട്ടിഫൈ ചെയ്യണം. അതായത് കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് വഖഫ് ആവുകയില്ല എന്നുള്ളത് ആണ് രണ്ടാമത്തെ വിഷയം കോടതി പരിശോധിച്ചത്. മൂന്നാമത്തെ വിഷയം കോടതി പരിശോധിച്ചത് 5 വർഷം മുസ്ലിമായി ജീവിച്ച ആളിന് മാത്രമേ വഖഫ് ചെയ്യാൻ അധികാരമുള്ളൂ. ഈ 3 കാര്യങ്ങളിൽ കോടതി അതിന്റെ ഇടക്കാല ഉത്തരവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, വഖഫ് കൗൺസിലിൽ 4-ലധികം പേരോ വഖഫ് ബോർഡിൽ 3-ലധികം പേരോ അന്യമതത്തിൽ നിന്ന് പാടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വഖഫ് കൗൺസിലിൽ 4 അന്യമതസ്ഥരുണ്ടാകാം, വഖഫ് ബോർഡിൽ 3 അന്യമതസ്ഥരുണ്ടാകാം. അതിൽ കൂടുതൽ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വഖഫ് ബോർഡിൽ അന്യമതസ്ഥരേ പാടില്ല എന്നായിരുന്നല്ലോ ആവശ്യം. അതിന് പലരും പറഞ്ഞിരുന്ന ദേവസ്വം ബോർഡില് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നുമില്ല, പിന്നെന്തിനാ വഖഫ് ബോർഡിൽ എന്ന്. അപ്പോൾ കോടതി അത് വ്യക്തമായി നേരത്തെ സൂചിപ്പിക്കേണ്ടായി. മറ്റു മതസ്ഥരുടെ സമ്പത്താണ് വഖഫ് ബോർഡ് തട്ടിയെടുത്തത് എന്നുള്ളത് കൊണ്ട് അവരുടെ ഭൂമിയെ സംബന്ധിച്ചുള്ള കേസ് വരുമ്പോൾ അവർക്കും പ്രാതിനിധ്യം വേണമല്ലോ. അപ്പോ ഈ കാര്യം വളരെ വ്യക്തമായി. അപ്പോൾ വഖഫ് കൗൺസിലിൽ 4 അന്യമതസ്ഥരാകാം, വഖഫ് ബോർഡിൽ 3 അന്യമതസ്ഥരാകാം. കോടതി ആ കാര്യം വ്യക്തമാക്കി. രണ്ടാമത്തേത്, വഖഫ് ബൈ യൂസർ എന്നുള്ള ഭാഗത്ത് കളക്ടറുടെ റിപ്പോർട്ടിനനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതായിരിക്കും അന്തിമമായ തീരുമാനം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് നിയമത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ സുപ്രീം കോടതി പറയുന്നു, കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വഖഫ് ട്രൈബ്യൂണലിൽ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാം. പോരാ എങ്കിൽ ഉപരി കോടതികളിലും ചോദ്യം ചെയ്യാം. അതായത് അതിന് കുറച്ചുകൂടി നിയമസാധുത ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ വിധിയിലൂടെ ചെയ്തിരിക്കുന്നത്. ഇനി ഭാവിയിൽ ആരെങ്കിലും ഇതിനെ ഒരു നിയമപ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരികയും സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ക്ലാരിറ്റി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നു. അതായത് ഇതിനെ വഖഫ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം, അത് കഴിഞ്ഞാൽ കോടതിയിലും ചോദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം, വഖഫ് ട്രിബ്യൂണലിന്റെ മുകളിലാണ് കോടതി, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ നിയമം എന്നിവിടെ വ്യക്തമാക്കുക ഉണ്ടായത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് അതിനേക്കാൾ രസകരം. വഖഫ് ചെയ്യാൻ ഒരാൾ മുസ്ലിമായി 5 വർഷം കഴിയണം. ഇപ്പൊ മുസ്ലിമിലേക്ക് മതം മാറി പിറ്റേ ദിവസം വഖഫ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഒരാൾക്ക് അയാളുടെ സ്വത്ത് തന്റെ സഹോദരി സഹോദരന്മാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അനന്തരാവകാശികൾക്കോ കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മുസ്ലിമായി പിറ്റേ ദിവസം തന്നെ ഈ സ്വത്തെല്ലാം വഖഫായിട്ട് കൊടുത്താൽ ഈ ആളെ പറ്റിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 5 കൊല്ലമെങ്കിലും മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് വഖഫ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെ
കോടതി ഇത് റദ്ദ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് കോടതി ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നു. അതായത് ഈ 5 വർഷം മുസ്ലിമായി ജീവിച്ചു എന്ന് തെളിയിക്കാൻ ആവശ്യമായ ആക്ടുകളും റൂളുകളും ഉണ്ടാക്കണം. ആ ആക്ടുകളും റൂളുകളുടെയും അടിസ്ഥാനത്തിൽ ഇയാൾ മുസ്ലിമായി 5 വർഷം ജീവിച്ചോ എന്നുള്ളത് കൃത്യമാക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് വഖഫ് ബോർഡ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പണ്ടോ ഈ നിയമം ഉണ്ടാകുന്നതിന് മുമ്പ് വഖഫ് ബോർഡ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലായിരുന്നു. അതായത് ഭരണഘടന, സുപ്രീം കോടതി ഇവർക്കൊന്നും അങ്ങോട്ട് അടുക്കാനേ പറ്റുമായിരുന്നില്ല. ഇനി 2 സുപ്രധാനമായിട്ടുള്ള സെക്ഷനും കൂടി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സെക്ഷനൊക്കെ എടുത്തു കളയണം എന്നുള്ളതായിരുന്നു ആവശ്യം. അതിനെക്കുറിച്ച് സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വിചിത്രം. അതായത് സെക്ഷൻ 40 എടുത്തു കളഞ്ഞു പുതിയ ബില്ല് വന്നപ്പോൾ. അതായത് BJP സർക്കാർ കൊണ്ടുവന്ന ബില്ലില് സെക്ഷൻ 40 എടുത്തു കളഞ്ഞു. എന്താണ് ഈ സെക്ഷൻ 40? മറ്റൊരാളിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെ അയാളുടെ സ്വത്ത് ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സ്വത്ത് തട്ടിയെടുക്കാം. ഈ സെക്ഷൻ പുതിയ നിയമം വന്നപ്പോൾ എടുത്തു കളഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ സ്പർശിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെ സെക്ഷൻ 2A ഏർപ്പെടുത്തിയത് എന്താണ്? ഈ സെക്ഷൻ 2A ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അതായത് ട്രസ്റ്റുകളുടെയും സൊസൈറ്റികളുടെയും കീഴിലുള്ള സ്വത്ത്, അത് ഭൂമിയാണെങ്കിലും കെട്ടിടമാണെങ്കിലും സ്വത്താണെങ്കിലും, അതിനെ വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ് പുതുതായിട്ട് കൊണ്ടുവന്നത്. ഈ കാര്യത്തിലും സുപ്രീം കോടതി തൊട്ടിട്ടേ എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ അതേപടി സുപ്രീം കോടതി നിലനിർത്തിയിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയമുണ്ട്. ഏതൊരു സ്വത്തും വഖഫ് ആക്കണമെങ്കിൽ 90 ദിവസത്തെ പൊതു അറിയിപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിക്കണമെന്നാണ്. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ ആർക്കും ആക്ഷേപമില്ല എങ്കിൽ മാത്രമേ ആ ഭൂമി വഖഫ് ആക്കാൻ പറ്റുകയുള്ളൂ. പുതുതായിട്ട് കൊണ്ടുവന്ന നിയമം. ഈ നിയമത്തെയും തൊട്ടിട്ടേയില്ല. എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവിടെ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് നിയമമായി കഴിഞ്ഞപ്പോൾ ആ നിയമത്തിന് സുപ്രീം കോടതി ഒരു നിയമസാധുത കൂടി നൽകിയിരിക്കുന്നു, അടിവരയിട്ടിരിക്കുന്നു, ശരിവെച്ചിരിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച കാര്യം. ഇതിന്റെ ഗുണങ്ങളൊക്കെ ആർക്കാണ് കിട്ടാൻ പോകുന്നത്? വഖഫ് സ്വത്തുക്കള് വിധവകൾക്ക്, വിവാഹമോചനം നേടിയവർക്ക്, കുട്ടികൾക്ക്, ഇവർക്കൊക്കെയുള്ള ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും വഖഫ് സ്വത്തുക്കളുടെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നുമാണ്. അതായത് വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്ത് അതിനൊരു പ്രത്യേകമായ പോർട്ടൽ വേണം എന്ന് പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തെയും കോടതി യാതൊരു വിധത്തിലും സ്പർശിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ BJP ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വഖഫ് നിയമത്തെ സുപ്രീം കോടതി അക്ഷരാർത്ഥത്തിൽ ശരിവെച്ച് അതിനൊരു സംരക്ഷണ കവചം കൂടി സൃഷ്ടിച്ച് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഇടക്കാല വിധിയിലൂടെ. അതുകൊണ്ടായിരിക്കാം കേരളത്തിൽ ഇത് വലിയ ചർച്ചയാവാത്തത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ വിമർശനം ഉയരാത്തത്. അല്ലായിരുന്നുവെങ്കിൽ ചാനൽ ചർച്ചകളും അതുപോലെ പത്രമാധ്യമങ്ങളിലെ വാർത്തകളും ഭയങ്കര സമരങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉയരേണ്ടതാണ്. നിയമസഭ വിളിച്ചുകൂട്ടി 140 MLA-മാരുടെ ഐക്യദാർഢ്യവും ഒന്നും കാണാനില്ല. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയവർക്ക് നല്ല തിരിച്ചടി കിട്ടി. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് ഇടക്കാല വിധിയിൽ നിന്നും വ്യക്തമാവുന്നത്. അതാണ്. എന്തായാലും BJP-യുടെ കാര്യങ്ങൾ ശരിയാണെന്ന് സുപ്രീം കോടതി പറയുന്നു, അല്ലെങ്കിൽ ആ തരത്തിലാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്ന ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഏറ്റവും ഒടുവിൽ വഖഫിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന വിധി BJP-ക്ക് അനുകൂലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ.